Good morning, students. Today we are going to discuss capital gain exempt from tax. നമുക്ക് capital gain നമുക്ക് ഏതൊക്കെ കേസിലാണ് എക്സംപ്ഷൻ കിട്ടുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ് സെക്ഷൻ 54. സെക്ഷൻ 54 പ്രകാരം പറയുന്ന ഒരു എക്സംപ്ഷൻ ആണിത്. സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ്. നമ്മൾ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയും എന്നിട്ട് വേറെ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. ആ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇത് ഈ ഒരു എക്സംപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള എക്സംപ്ഷൻ ആണ്. എന്ത്? സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ 1 year ബിഫോർ, എപ്പോഴാണ് നമ്മൾ സെയിൽ നടത്തുന്നത്, ഹൗസ് പ്രോപ്പർട്ടി വിൽക്കുന്നത്, ആ വിൽക്കുന്നതിന്റെ 1 year ബിഫോർ ഓർ വിത്തിൻ 2 years ആഫ്റ്റർ ദ സെയിൽ, വിറ്റതിന് ശേഷം വിത്തിൻ 2 yearsലോ അല്ലെങ്കിൽ വിൽക്കുന്നതിന് 1 വർഷം മുൻപോ വിത്തിൻ 1 yearsനുള്ളിലോ എന്താണ് നമ്മൾ പുതിയൊരു ഹൗസ് വാങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് നമ്മൾ എന്നാണോ നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുന്നതിന്റെ 1 year ബിഫോർ ഓർ വിത്തിൻ 2 years ആഫ്റ്റർ 2 yearsനുള്ളിലോ അല്ലെങ്കിൽ 1 year ബിഫോറോ നമ്മൾ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ദെൻ പറയുന്നത് നമ്മൾ പുതിയൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പുതിയ അസറ്റ് വാങ്ങുന്ന കേസ് നേരത്തെ പറഞ്ഞത്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 yearsനുള്ളിൽ നമ്മൾ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിത്തിൻ 3 yearsന്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിലും നമുക്ക് ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനദർ റെസിഡൻഷ്യൽ ഹൗസിലെ എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 year ബിഫോർ, സെയിൽ ചെയ്യുന്നതിന്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ സെയിൽ ചെയ്തതിന് ശേഷം വിത്തിൻ 2 yearsന്റെ ഉള്ളിലോ നമ്മൾ വേറൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണ് എങ്കിൽ നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ വിത്തിൻ 3 yearsന്റെ ഉള്ളിൽ നമ്മൾ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിലും, സെയിൽ ചെയ്ത് വിത്തിൻ 3 yearsന്റെ ഉള്ളിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിലും നമുക്ക് ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, then പറയുന്നത് ഈ ഒരു എക്സംപ്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ അപ് ടു 2 crore വരെയാണ്. 2 കോടി വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. 2 കോടിക്ക് മുകളിലുള്ള ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അതായത് ഇപ്പൊ ഞാനൊരു ഹൗസ് റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു, അതിന് 3 crore വിറ്റതെങ്കിൽ നമുക്ക് എക്സംപ്ഷൻ കിട്ടില്ല. കാരണം എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ 2 crore മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു അസസിക്ക് അയാളുടെ ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ, വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ലൈഫിൽ എന്റെ അസസ്മെന്റിൽ എന്താണ് ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ then എനിക്ക് എന്താണ് ഈ ഒരു എക്സംപ്ഷൻ പിന്നെ ലൈഫിനോ കിട്ടില്ല. ഓക്കെ, ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എക്സംപ്ഷൻ കിട്ടിയതിന് ശേഷം എനിക്കൊരു അസറ്റ്, ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഉണ്ടായിരുന്നു, ഞാനത് സെയിൽ ചെയ്തു, പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി, അതിന്റെ എക്സംപ്ഷൻ എനിക്ക് കിട്ടിയതിന് ശേഷം വിത്തിൻ 3 yearsന്റെ ഉള്ളിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയാണ് എങ്കിൽ എനിക്ക് ഓൾറെഡി അവൈൽ ആയിട്ടുള്ള എക്സംപ്ഷൻ എന്താണ്? വിഡ്രോൺ ചെയ്യേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 2015 എന്റെ റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ട് 2018 വേറെ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി. അപ്പൊ എനിക്ക് അവിടെ എക്സംപ്ഷൻ കിട്ടും. വിത്തിൻ 2 years ആയതുകൊണ്ട് എനിക്ക് എക്സംപ്ഷൻ കിട്ടും. ആ എക്സംപ്ഷൻ ഞാൻ ക്ലെയിം ചെയ്തു. അതിനുശേഷം വിത്തിൻ 3 yearsനുള്ളിൽ, ഞാൻ 2019ലോ 20ലോ ഞാൻ ഈ പുതിയ വാങ്ങിയ റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയാണ് എങ്കിൽ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുള്ള എക്സംപ്ഷൻ എന്തായിരിക്കും? നഷ്ടപ്പെടും. അപ്പൊ വിത്തിൻ 3 yearsനുള്ളിൽ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ കണ്ടീഷൻസ് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനദർ റെസിഡൻഷ്യൽ ഹൗസിൽ കേസിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി റിസൈഡ് ചെയ്യുന്ന ഹൗസ് സെയിൽ ചെയ്തിട്ട് വേറെ ഹൗസ് വാങ്ങുന്ന കേസാണ്. അപ്പൊ നമ്മൾ ഈ എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ സെയിൽ ചെയ്യുന്നതിന്റെ 1 year ബിഫോറോ അല്ലെങ്കിൽ സെയിൽ ചെയ്തതിന് ശേഷം വിത്തിൻ 2 yearsന്റെ ഉള്ളിലോ പുതിയൊരു ഹൗസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ സെയിൽ ചെയ്തതിന് ശേഷം വിത്തിൻ 3 yearsനുള്ളിൽ നമ്മൾ ഈ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണം. ഇത് ഇൻഡിവിജ്വലിനും HUF മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സംപ്ഷൻ ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഗെയിൻ അപ് ടു 2 crore വരെയാണ് നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 2 crore മുകളിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് എക്സംപ്ഷൻ കിട്ടില്ല. ഒരു അസസിന്റെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ദെൻ ഓൾറെഡി നമ്മൾ ഈ എക്സംപ്ഷൻ ക്ലെയിം ചെയ്തു, പുതിയ ഹൗസ് വാങ്ങി, അല്ല പുതിയ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം വിത്തിൻ 3 yearsനുള്ളിൽ നമ്മൾ എന്താണ് ഈ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ഓൾറെഡി അവൈൽ ചെയ്തിട്ടുള്ള എക്സംപ്ഷൻ നഷ്ടമായി പോകും. ഓക്കെ, ആ എക്സംപ്ഷൻ എന്താണ്? ടാക്സബിൾ ആയിട്ട് വരും. ക്ലിയർ?
ഇത്രയാണ് ഈ ഒരു കേസ് പറയാനുള്ളത്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ റോയ് owns a residential house at Kozhikode which he acquired in June 2011 for rupees 3,50,000. ജൂൺ മിസ്റ്റർ റോയ് എന്താണ് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് അയാൾ അക്വയർ ചെയ്തത് 2011 ജൂൺ 2011ലാണ് 3,50,000. He sold the house property for 30 lakh on September 2019. With this amount, he purchased another residential house for rupees 20 lakh. Compute capital gain for the assessment year 2020-21. അതായത് 2011 ജൂണിൽ 3,50,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് 30 ലക്ഷത്തിന് സെപ്റ്റംബർ 2019 അയാൾ സെയിൽ ചെയ്തു. എന്നിട്ട് ആ സെയിൽ ചെയ്ത എമൗണ്ട് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ആ വർഷം തന്നെ ഒരു 20 ലക്ഷം രൂപേന്റെ വേറൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയും ചെയ്തു. നമ്മളോട് കാണാൻ പറഞ്ഞത് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ നോക്കുക, അയാൾ റെസിഡൻഷ്യൽ ഹൗസ് ആണ് താമസിക്കുന്നത്. അയാൾ അത് വിറ്റതിന് ശേഷം വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ എന്താണ് വേറെ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹി ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 54. അതായത് സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റെസിഡൻഷ്യൽ ഹൗസിലെ എക്സംഷൻ അയാൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. Computation of capital gain. Computation of capital gain. ഓക്കെ, ഇവിടെ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നെറ്റ് കൺസിഡറേഷൻ എത്ര രൂപയ്ക്കാണ് അയാളത് വിറ്റത്? എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 30 lakh. Then less long term capital gain ആയിട്ട് ഇൻഡെക്സ് ചെയ്യണം. Indexed cost of acquisition. ഓക്കെ, അപ്പോ 3,50,000 അയാൾ വാങ്ങിയത്. അതിന് ഇൻഡെക്സ് ചെയ്യാൻ ഇൻറ്റു ഏത് വർഷമാണ് വാങ്ങിയത് ജൂൺ 2011ലാണ്. അപ്പൊ അതിന്റെ ഇൻഡെക്സ് നോക്കുക. അതുപോലെ തന്നെ ഇയർ ഓഫ് ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഇൻഡെക്സ് 289 ഡിവൈഡഡ് ബൈ 2011-12 ഇൻഡെക്സ് 184. ദാറ്റ്സ് ഈക്വൽ ടു 5,49,728. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 24,50,272 കിട്ടും. അതാണ് എന്ത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയത്. ദെൻ അയാൾ നിലവിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് വിറ്റയിൽ അയാൾക്ക് എന്താണ് 22,50,272 ഉണ്ട്. ദെൻ അയാൾ എന്താണ് പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ട്. വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ എത്ര രൂപയാണ് വാങ്ങിയിട്ടുള്ളത്? 20 ലാഖിന്റെ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ലെസ് 20 lakh. 4,50,272. അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ടാക്സബിൾ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 4,50,272. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ എന്താണ് നിലവിലുള്ള റെസിഡൻഷ്യൽ ഹൗസ് അയാൾ എന്താണ് സെയിൽ ചെയ്തു 30 ലക്ഷം രൂപയ്ക്ക്. ദെൻ എന്താണ് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി 20 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ നമുക്ക് എന്താണ് പുതിയത് വാങ്ങിയത് നമ്മൾ എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്തു. ബാക്കി വരുന്ന എമൗണ്ട് എന്താണ് ടാക്സബിൾ ആയിട്ട് വന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. അപ്പൊ അതില് നമ്മളൊരു റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്തിട്ട് വേറെ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സപ്പോസ് നമ്മൾ അങ്ങനെ പുതിയ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ സെയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ
ഡെപ്പോസിറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഞാൻ സെയിൽ ചെയ്തു, എന്റെ റെസിഡൻഷ്യൽ ഹൗസ് ഞാൻ സെയിൽ ചെയ്തു, എന്നിട്ട് ഞാൻ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയില്ല. അപ്പൊ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ ബാങ്കിലെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം പ്രകാരം 1988 ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം പ്രകാരം ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ആണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. അതായത് നേരത്തെ റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ട് സെയിൽ ചെയ്ത എമൗണ്ട് നമ്മൾ എന്താണ് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുന്നതിന് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ആ എമൗണ്ട് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു കേസിൽ പ്രോബ്ലം നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ സുജിത് sell his residential house at Kochi on 22nd September 2019 for rupees 40,50,000 and incurred 50,000 towards expenses connected with the transfer. റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ടുണ്ട് 22nd September 2019 40,50,000 40,50,000. ആ സമയത്ത് അയാൾക്ക് എന്താണ് ഒരു 50,000 ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആണ് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 40 lakh ആവും. Then the cost of acquisition of the above said house in 2000 was rupees 1,50,000. 2000 1,50,000 രൂപയ്ക്കാണ് അയാൾ ആ ഹൗസ് വാങ്ങിയിട്ടുള്ളത്. And 5th April 2003 its fair market value rupees 7 lakh. അപ്പൊ ഫയർ മാർക്കറ്റ് വാല്യൂ വന്നിട്ടുണ്ട് 7 lakh. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ട്? എത്രയാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് above said house 1,50,000. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഫയർ മാർക്കറ്റ് വാല്യൂ തരുന്ന കേസ് നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഹയർ ആണ് ചൂസ് ചെയ്യുക. കാരണം ഒരു അസസിനെ റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണോ ഹയർ അത് എടുക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ ഫയർ മാർക്കറ്റ് വാല്യൂ ആണ് ഹയർ. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് ഫയർ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള ഈ 7 lakh നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഫയർ മാർക്കറ്റ് വാല്യൂ തരുന്ന സമയത്ത് ഏതാണ് ഹയർ ആ എമൗണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 7 lakh ആണ്. Then പറയുന്നുണ്ട് on 17th February 2020 he deposit 18 lakh in capital gain account scheme. അയാൾ ഇവിടെ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുന്ന കാര്യമൊന്നും പറയുന്നില്ല. അതിന് പകരം ഇവിടെ പറയുന്നത് അയാൾ എന്താണ് ആ സെയിൽ ചെയ്ത എമൗണ്ടിൽ നിന്ന് 18 lakh ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ അസസ്മെന്റ് ഇയർ 2021. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ആദ്യം എത്ര രൂപയ്ക്ക് വിറ്റ് നോക്കാം. സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് 40,50,000 less cost of transfer. ഒരു 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തതിന് വേണ്ടി എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ലെസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ 40 lakh കിട്ടും. അതിന് നേരെ നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ, then എന്ത് ചെയ്യാ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് ചെയ്തിട്ട് ലെസ് ചെയ്യാം. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഫയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിക്ടോറിയസ് ഹയർ എടുക്കുക. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത് ഫയർ മാർക്കറ്റ് വാല്യൂ ആണ് 7 lakh. 7 lakh ഇൻറ്റു എന്നാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് 289 ഡിവൈഡഡ് ബൈ ഫയർ മാർക്കറ്റ് വാല്യൂ തന്നത് ഏത് ഡേറ്റിലുള്ളതാണ്? ഫയർ മാർക്കറ്റ് വാല്യൂ ഏപ്രിൽ 2003 ആണ്. അപ്പൊ 2003-4 ഇൻഡെക്സ് നോക്കുക, അത് 109. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് 18,55,963 18,55,963 ലെസ് ചെയ്യുക 21,44,037 21,44,037.
അതിന് നേരെ എഴുതുക ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, then ഇവിടെ എന്താണ് ആ ഗെയിനിൽ നിന്ന് 18 lakh അയാൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54, ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54, deposit in capital gain account scheme. എത്രയാണ്? 18 lakh. ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്തത് നമുക്ക് ലെസ് ചെയ്യാം. 18 lakh. ബാലൻസ് വരുന്ന എത്ര എമൗണ്ട് ഉണ്ട് നോക്കാം. ബാലൻസ് വരുന്നത് 3,44,037. 3,44,037. അതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. 3,44,037. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ പുതിയ റെസിഡൻസ് ലോസ് വാങ്ങുന്നില്ല. അതിന് പകരം എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം സെക്ഷൻ അണ്ടർ സെക്ഷൻ 54 പ്രകാരം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സിലെ സെക്കൻഡ് വണ്ണാണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. നമുക്കൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, അതിൽ സെയിൽ ചെയ്തു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സംഷൻ ആണ് പറയുന്നത്. സെക്ഷൻ 54B പ്രകാരമുള്ള എക്സംഷൻസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് ഈ ഒരു സെക്ഷൻ 54B പ്രകാരമുള്ള ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വലിനും HUFലും മാത്രമാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് സെയിൽ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 2 വർഷങ്ങളിൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തായിരിക്കണം. 2 years അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ലാൻഡ് ആയിരിക്കണം. പ്രീവിയസ് ഇയറിന്റെ സെയിൽ ചെയ്യുന്ന ഡേറ്റിന് തൊട്ട് മുൻപുള്ള 2 years എന്താണ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതായിരിക്കണം. ദെൻ സെയിൽ ചെയ്ത് വിത്തിൻ 2 yearsനുള്ളിൽ പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുകയും വേണം. ക്ലിയർ? എന്താണ് 2 years എന്താണ് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്തതായിരിക്കണം സെയിൽ ചെയ്യുന്ന തൊട്ട് മുമ്പ്. അതുപോലെ തന്നെ വിത്തിൻ 2 yearsനുള്ളിൽ എന്താണ് പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങുകയും വേണം. ക്ലിയർ? ദെൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ ലാൻഡ് വിത്തിൻ 3 yearsനുള്ളിൽ സെയിൽ ചെയ്യാനും പാടില്ല. ഓക്കെ, വിത്തിൻ 3 yearsനുള്ളിൽ സെയിൽ ചെയ്യാനും പാടില്ല. ദെൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റതിന് ശേഷം ആ എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. പക്ഷേ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 2 yearsനുള്ളിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് യൂസ് ചെയ്തിട്ട് പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങണം. ക്ലിയർ? ഒന്നുകൂടി പറയാം. അഗ്രികൾച്ചർ ലാൻഡിന്റെ കേസിലാണെങ്കിൽ സെയിൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള 2 വർഷങ്ങളിൽ അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതായിരിക്കണം. സെയിൽ ചെയ്ത് വിത്തിൻ 2 yearsന്റെ ഉള്ളിൽ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിയിരിക്കണം. ദെൻ പുതിയ അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ് ചെയ്തത് എന്താണ് വിത്തിൻ 3 yearsനുള്ളിൽ സെയിൽ ചെയ്യാനും പാടില്ല. ദെൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിൽ ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിഡക്ഷൻ കിട്ടും. പക്ഷെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 2 yearsനുള്ളിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിയിരിക്കണം. ക്ലിയർ? ഇത്രയാണ് ഈ ഒരു കേസിൽ പറയുന്നത്. നമുക്ക് അതിന്റെ പ്രോബ്ലം ഒന്ന് എഴുതി നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. മിസ്റ്റർ രാജ പർച്ചേസ്ഡ് an agricultural land in 2006-07 for 1,70,000. The land was sold on 1st May 2019 for rupees 7,40,000. 2006-07 1,70,000 വാങ്ങിയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് 2019 7,40,000 സെയിൽ ചെയ്തു. ഇതിനെ പറയുന്നത് he purchased another plot of agricultural land on 1st September 2019 for rupees 2,55,000. ഇതിന് വേറൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങി 2019 2,55,000. നമ്മളോട് കാണാൻ പറയുന്നത് കമ്പ്യൂട്ട് ഹിസ് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. നമ്മളോട് കാണാൻ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇപ്പോൾ ലോങ് ടേം ആണ് ഷോർട്ട് ടേം ആണ് നോക്കുക. 2006 വാങ്ങിയതാണ്, 19 വിൽക്കുന്നത്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. Computation of long-term capital gain. Computation of long-term capital gain. Capital gain. Computation of long-term capital gain. Okay. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെയിൽ ചെയ്ത എമൗണ്ട് എഴുതുക. സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 2019 7,40,000 ആണ് സെയിൽ ചെയ്യുന്നത്. 7,40,000.
40,000. Then less indexed cost of acquisition. Indexed cost of acquisition. Less indexed cost of acquisition. എത്ര രൂപയ്ക്ക് വാങ്ങിയത്? 1,70,000, 1,70,000 ആണ് വാങ്ങിയത്. ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ വാങ്ങിയ ഡേറ്റിലുള്ള ഇൻഡെക്സ് 2006-07 ഇൻഡെക്സ് എന്ന് പറയുന്നത് 122. നമുക്ക് കിട്ടും 4,02,705. 4,02,705. 4,02,705 ലെസ് ചെയ്യുക. നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. 3,37,295. 3,37,295. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നു, അത് സെയിൽ ചെയ്തു. 3,37,295 ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. എന്നിട്ട് എന്താണ്, അയാൾ പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് അയാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B. സെക്ഷൻ 54B പ്രകാരമുള്ള എക്സംഷൻ. കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ്. കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ്. കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക. പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് എത്ര രൂപയുടെ വാങ്ങി നോക്കുക? 2,55,000. 2,55,000. അപ്പൊ ലെസ് ചെയ്യുക. നമുക്ക് 82,295 കിട്ടും. 82,295. അതിന് നേരെ എഴുതാം ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ടാക്സബിൾ capital gain. Taxable capital gain. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. That's all today. Thank you.